അല്ലാഹുവിന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുമായി ഇതാ പുറപ്പെടുകയാണ്. ഹുനൈനി യുദ്ധത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലും 10,000-ൽ വരുന്ന സ്വഹാബത്തുമായി അതാ ഹുനൈനി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുന്നതിനിടയ്ക്ക് ഒരു സ്വഹാബി മുന്നിലേക്ക് ചാടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അങ്ങയുടെ ചുറ്റും നമ്മുടെ ചുറ്റുമുള്ള പർവ്വത നിരകളിലൂടെയെല്ലാം ഞാൻ സഞ്ചരിച്ച നബിയേ, എല്ലാവിധ മണലാരുണ്യത്തിലൂടെ ഞാൻ പോയി നബിയേ. അപ്പോൾ എന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ഹവാസിൻ ഗോത്രക്കാരതാ ഒന്നടങ്കമായി അവരുടെ സ്ത്രീകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയുമായി അല്ലാഹുവിന്റെ റസൂലേ ഹുനൈൻ യുദ്ധത്തിന്റെ രണാങ്കളത്തിലേക്ക് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നബിയേ. അവര് കടന്നു വരുന്നത് ഞാൻ കണ്ടു നബിയേ. അവരുടെ യുദ്ധക്കോപ്പുകളുമായി, അവരുടെ സ്ത്രീകളുമായി, ഒട്ടകങ്ങളുമായി, ആടുമാടുകളുമായി അതാ ഹുനൈൻ യുദ്ധത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ഇപ്പോൾ അവർ ഹുനൈൻ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും നബിയേ എന്ന് പരിഭ്രമിച്ചുകൊണ്ട് പേടിപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം ബോധിപ്പിച്ചപ്പോ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട്, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ഒരു പരിഭ്രാന്തമില്ല, ഒരു പരിച്ഛേദനമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ഒരു പേടിയുമില്ല, ഒരു ഭീതിയുമില്ല, ഒരു ഭയവുമില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, യാ സ്വഹാബ, ഈ സ്വഹാബി പറഞ്ഞ യുദ്ധക്കോപ്പുകളുണ്ടല്ലോ, അക്കാടുന്ന ഒട്ടകങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഹുനൈൻ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ ഒരുമിച്ച് കൂടിയ ആടുമാടുകളുണ്ടല്ലോ, ഇതെല്ലാം നാളെ ആ യുദ്ധക്കോപ്പുകളും മങ്കുകളും പടയകളുമെല്ലാം ഇതെല്ലാം നാളെ ഇസ്ലാമിന്റെ ഭാഗത്തുള്ള ഗനീമത്താണ് സ്വഹാബ. കേട്ടുകൊണ്ട് ഈമാനിന്റെ മാധുര്യം ശരീരത്തിലേക്ക് അടിച്ചു കയറിക്കൊണ്ട് സ്വഹാബത്ത് വല്ലാത്ത ആത്മവീര്യം കൊണ്ടു, സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമായി. അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹുനൈൻ യുദ്ധത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ളുഹർ നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ ളുഹർ നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്തിനോട് ചോദിച്ചു, യാ സ്വഹാബ, ഈ സ്വഹാബി പറഞ്ഞു, ആരണാങ്കളത്തിൽ ഹവാസിൻ ഗോത്രക്കാര് തടിച്ചു കൂടിയിട്ടുണ്ട്, ശത്രു സൈന്യങ്ങളെല്ലാം സജ്ജമായിട്ടുണ്ട്. ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇന്ന് രാത്രി നാം ഇവിടെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ല, ഇവിടെ വെറുതെ ഒന്നും ചിന്തിക്കാതിരിക്കുന്നത് ശരിയല്ല. എപ്പോഴും അക്രമം വരാം, എപ്പോഴും യുദ്ധത്തിലേക്ക് അവർ പുറപ്പെടാം, എപ്പോഴും അവർ തിരമ്പിക്കൊണ്ട് യുദ്ധത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ സ്വഹാബത്തിനോട് ചോദിച്ചു, യാ സ്വഹാബ, ഇന്ന് ആരാണ് രാത്രി നമുക്ക് കാവലായിരിക്കുന്നത്? ആരാണ് ഇന്ന് രാത്രി ഈ സ്വഹാബത്തിനും ആരാണ് കാവൽ നിൽക്കുക? വെറുതെ ചില്ലറ പണിയല്ല കാവൽ നിൽക്കുന്നത്. ഒരു നിമിഷം പോലും കണ്ണിന്റെ പോലെ അടക്കാതെ, ഒരു നിമിഷം പോലും ഉറങ്ങാതെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പണിയാണ്. അത് ഈമാനിന്റെ പണിയാ. സ്വഹാബത്തിന്റെ കാവൽ നിൽക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാവൽ നിൽക്കുന്നത് വിശ്വാസ വഞ്ചന ചെയ്യാൻ പറ്റൂല. കാരണം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്ത് അവിടെ വിശ്രമിക്കുന്നത് ഇവരെ വിശ്വസിച്ചിട്ടാ. അങ്ങനെ കാവൽ നിൽക്കാൻ ആർക്കാണ് കഴിയുക? സ്വഹാബ, ആർക്ക് കഴിയും? സ്വഹാബ. അവിടുന്ന് സ്വഹാബത്ത് 10,000 വരുന്ന സ്വഹാബത്തിൽ നിന്നും ഒരാൾ ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ ഞാനതിന് തയ്യാറാ. ആരാ എണീറ്റിരുന്നതെന്നറിയണോ? ബഹുമാനപ്പെട്ട അനസ് ബിൻ അബീ മർസദ് റളിയല്ലാഹു തആല അൻഹു ചാടി എണീറ്റ് കൊണ്ട് പറഞ്ഞു, ഈ അനസ് അതിന് തയ്യാറാണ് നബിയേ, ഈ അനസിന് അതിന് കഴിയും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അനസേ ഒരു നല്ല പടക്കുതിരയെ തയ്യാറാക്കൂ അനസേ. അനസ് റളിയല്ലാഹു തആല അൻഹു പോയി അതാ ഒരു നല്ല കുതിരയെ സെലക്ട് ചെയ്തു. ഒരു കുതിരയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയേ, ഞാൻ എന്ത് ചെയ്യണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുതിരയെ തയ്യാറാക്കാൻ കുതിരയെയും കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഈ അനസ് തയ്യാറാ? അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഈ അനസ് തയ്യാറാ? ഈ മട്ടിലതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം ഞാൻ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഏകനായി, നീ ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് നീ ആ കാണുന്ന മലമുകളിൽ കയറണം. എന്നിട്ട് ആ മലയുടെ മലഞ്ചെരുവിൽ നീ ഞങ്ങൾക്ക് കാവലിരിക്കണം, നീ ഉറങ്ങിപ്പോകരുത്, നീ കാവലിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ചിന്തിച്ചില്ല, എന്റെ കൂട്ടുകാരെവിടെ, എന്റെ സ്വഹാബത്തെവിടെ, എന്റെ കുടുംബക്കാരെവിടെ, എന്റെ കൂട്ടിരുന്ന കൂട്ടുകാരെവിടെ? ഒന്നും ചിന്തിക്കാതെ ഒരു പരിഭ്രവുമില്ലാതെ അക്കാണുന്ന ശത്രു സൈന്യത്തിന്റെ കൊലക്കത്തിക്ക്, അക്കാണുന്ന ശത്രു സൈന്യത്തിന്റെ പടവാളിനെ ഇരയാകേണ്ടി വരുമെന്ന് ഭയപ്പെടാതെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പാടെ ആ മലഞ്ചെരുവിലേക്ക് അതാ ഓടിപ്പോവുകയാണ്. കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ഓടി ആ മലഞ്ചെരുവിലേക്ക് കടന്നു ചെല്ലുകയാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അവിടെ എത്തി രാത്രി മുഴുവനും കാവലിരുന്നു. അങ്ങനെ നേരം പുലർന്നു. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച അല്ലാഹുവിന്റെ റസൂലെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്കിന്റെ അധരമൊഴികൾ ഇങ്ങനെ വല്ലാത്ത സ്വരമാധുര്യത്തോടുകൂടി ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ 2 റക്അത്ത് നമസ്കരിച്ചു, സുന്നത്ത് നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, എവിടെ നമ്മുടെ അനസ് എവിടെയാണ്? നമുക്ക് കാവലിരുന്ന അനസ് എവിടെയാണ്? അനസിനെ കാണാനില്ലല്ലോ സ്വഹാബ. സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കാർക്കും അറിയില്ല, ഒരു വിവരവും ലഭിച്ചിട്ടില്ല, അനസിനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, അനസിനെ കുറിച്ചൊരു ന്യൂസും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് അതാ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. സ്വഹാബത്തും അല്ലാഹുവിന്റെ റസൂലും സുബഹി നമസ്കരിച്ചു. എന്നിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അനസിനെ വിട്ട മലഞ്ചെരുവിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോ ഒരാളതാ കുതിരപ്പുറത്ത് ഓടി വരികയാണ്. കുതിരപ്പുറത്ത് ഓടി വരുന്നത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, യാ സ്വഹാബ, നിങ്ങളുടെ കൂട്ടുകാരൻ അനസ് വരുന്നുണ്ട്. നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ വ്യസനപ്പെടേണ്ട. നിങ്ങളുടെ കൂട്ടുകാരൻ അനസ് കടന്നു വരുന്നുണ്ട്. മർഹബാ. അനസ് ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലത്തെ രാത്രി മുഴുവനും ഞാൻ ഉറക്കൊഴിച്ചു നബിയേ. എന്റെ കണ്ണിന്റെ പോള ഞാൻ അടച്ചിട്ടില്ല നബിയേ. വിസർജിക്കാനും വുളൂ ചെയ്യാനും വേണ്ടിയിട്ടല്ലാതെ എന്റെ കുതിരപ്പുറത്ത് ഞാൻ ഇറങ്ങിയിട്ടില്ല നബിയേ. അതുമാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നേരം പുലർന്നതിന് ശേഷം ഞാൻ ആ മലഞ്ചെരുവുകളെല്ലാം ഇറങ്ങി നോക്കി നബിയേ, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല നബിയേ. എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമാണ്, മനസ്സ് വല്ലാതെ സന്തോഷമായി. ഇങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ അത്രമേൽ അനുസരിക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ, ഈ അനസുണ്ടല്ലോ,
എനിക്ക് വേണ്ടി രാത്രി മുഴുവനും ഉറക്കുകയും ചെയ്യ അനസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ഈ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താ? മറുപടി ഏതെന്നറിയുമോ? അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി സ്വർഗാവകാശിയാണ് അനസേ. അനസേ, നിനക്ക് അല്ലാഹു സ്വർഗം തരും അനസേ. ഈ സ്വർഗത്തിലാ. ഇനി നീ എന്ത് ചെയ്താലും, ഇനി നീ എന്ത് ചെയ്തില്ലെങ്കിലും നിനക്ക് അല്ലാഹു സ്വർഗം തരും അനസേ. ഇതെന്തിനുള്ള അംഗീകാരമാണ്? ഇതെന്തിനുള്ള അംഗീകാരമാണ്? ഇത് അർഹതക്കുള്ള അംഗീകാരമല്ലേ? ഇത് അർഹതക്കുള്ള അംഗീകാരമല്ലേ? ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് കാവൽ നിന്നതിന്റെ അംഗീകാരമല്ലേ? ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നിന്നും പറഞ്ഞ വാക്കാ. നാളെ സ്വർഗ്ഗത്തിലാണ് അനസ്. അനസ് റളിയല്ലാഹു തആല അൻഹു നാളെ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും നാളെ സ്വർഗാവകാശിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിലേ സ്വഹാബത്ത് അത്രമാത്രം മനസ്സുകൊണ്ട് തയ്യാറായവരാ, എന്ത് നേരിടാനും തയ്യാറായവരാ.